ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ്. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മൾ പോകാൻ പോണ സ്ഥലം വാഗമൺ ഗായ്സ്. വാഗമണിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകൂലേ? ഓക്കെ യെസ് ഗായ്സ്, ട്രിപ്പ് പോകാൻ ഗായ്സ് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വാഗമൺ മൊത്തം കറങ്ങി അടിച്ചു പൊളിക്കാൻ പോവാണ് ഗായ്സ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കണേണ്. ഞങ്ങൾ വന്നേക്കണ സ്ഥലം എവിടെയാണെന്ന് അറിയൂ ഗൈസ്. ഞങ്ങൾ വന്നേക്കണത് കള്ള് ഷാപ്പിലാണ്. നല്ല നാടൻ അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ള് ഷാപ്പിൽ വന്നേക്കണം ഗൈസ്. യെസ് ഗൈസ്. യോ ഗൈസ്, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ്. ഞാൻ പണ്ടെപ്പോഴോ കഴിച്ചിട്ടുണ്ട് തോന്നുന്നു, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ആ രുചി ഞാൻ മറന്നു പോയി. പക്ഷേ ഇന്ന് അത് ഞാൻ കഴിക്കും. എന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറയും ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. സാധനങ്ങൾ ഓരോന്ന് പറയാം. ഇതെന്താ? ബീഫ് റോസ്റ്റ്. ഇത് പോർക്ക് മപ്പാസ് ഗൈസ്, കേട്ടിട്ടില്ല. ഇത് കക്ക അല്ലേ? കക്ക. അത് വാരിക്കറി. അതെന്താന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, ഇതാണ്. പിന്നെ അതെന്താ? പിന്നെ കപ്പ, കള്ളപ്പം ഗൈസ്. അതെ ഗൈസ്. ഗൈസ് ഇവിടെ ഇവര് കഴിക്കൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ ഗൈസിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് തിന്നിട്ട് പറയാട്ട. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഹണ്ട് ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഗൈസ്, ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. അതിനകത്തൊരു എന്തോന്നായിരുന്നു? ബീഫ്. യെസ് ഗൈസ്, ബീഫ് വാരിക്കറി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് ഇഷ്ടമായില്ലേ? ഫുഡ് അടിപൊളിയായിരുന്നു. അക്കു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ ഫുഡ്? ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്. സത്യം കേട്ടത്, കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇത്ര അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കണം. പണ്ടെപ്പോഴോ കള്ളി ഷാപ്പ്. ഈ സ്ഥലത്ത് തുരുത്തിക്കുഴി ഗൈസ്. തുരുത്തിക്കുഴി കള്ളി ഷാപ്പ് പാലയിലാണ്. അപ്പൊ നിങ്ങൾ വരണുണ്ട്, ഇവിടെ മസ്റ്റ് ആയിട്ടും വരാം. കാരണം അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് വാരിക്കറിയാണ്. ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. നിക്കു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എല്ലാവർക്കും കക്കറച്ചി കുറച്ചൊരു ഇതുണ്ട് ഗൈസ്. കാരണം ഭയങ്കരമായിട്ട് മൊരിച്ച് ഒരു ഭയങ്കര ക്രിസ്പി ആയിപ്പോയി കക്കറച്ചി. അത്രയും ക്രിസ്പി ആവരുതായിരുന്നു. പക്ഷെ ബീഫ് വാരിക്കറി മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമുക്ക് ഈ ബിജോയ് ചേട്ടനാണ് നമ്മൾ ഈ സ്ഥലത്ത് കണ്ടെത്തിച്ചത്. അടിപൊളി സ്ഥലമാണ്. ഈ വൈബ് ഒരു ആംബിയൻസും അടിപൊളിയാണ് ഗൈസ്. ഫാമിലിക്ക് വരാൻ പറ്റിയ കള്ളി ഷാപ്പും കൂടിയാണ് ഗൈസ്. അതാണ് പിന്നെ ഒരു പ്രത്യേകത. പിന്നെ AC, ഫാമിലി റൂം AC കൂടിയാണ്. അപ്പോൾ അറിയാലോ. നമ്മൾ ഈ സ്ഥലത്ത് എത്തിയേക്കാണ്. ഇതാണ് കണ്ട ഈ സ്ഥലം. ഒരു മലക്കുന്നിന്റെ മുകളിലാണ്. ഉള്ളിലേക്ക് കയറാം. റൂം നോക്കാൻ പോകുന്നു. ഇതാണ് ഒരു ഒരു സീനറി ഉണ്ട് ഗൈസ്. ഇവിടെ കണ്ടോ, ഒരു സീനറി, ഒരു ബെഡ്, ഇവിടെ ബാൽക്കണി. ബാൽക്കണിന്നൊരു വ്യൂ ഉണ്ട് ഗൈസ്. എനിക്കും അക്കുചേട്ടനും ഈ റൂം സ്വന്തം. അക്കുചേട്ടൻ നമ്മുടെ റൂമാണ് ഗൈസ്. ഇതാണ് അടുത്ത റൂം. ഇവിടെ കുറച്ചുകൂടി സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ സോഫയൊക്കെ ഉണ്ട് ഗൈസ്. സോഫയുണ്ട്. ഇവിടുത്തെ വ്യൂ കുറച്ചുകൂടി മുകളിലാണ്. അപ്പം കുറച്ചുകൂടി ഹൈറ്റുള്ള വ്യൂ ആണ്.
പിന്നെ ഈ ബാൽക്കണി വ്യത്യാസമുണ്ട് ഗൈസ്. ഭയങ്കര വിജൃംഭിച്ച ബാൽക്കണി. ഗൈസ് ഇനി വേറെ റൂം കാണാം. ഇതാണ് നിക്കുവിന്റെ ഒക്കെ റൂം ഗൈസ്. അയ്യോ ഇവർക്ക് വ്യൂ ഇല്ല. ഇവർക്ക് മറ്റേ നമ്മുടെ പോലത്തെ വ്യൂ ഇല്ല. ചേട്ടാ തുറക്ക്. ഇവർക്ക് പുറത്തേക്കൂടി കയറി വരാം ഗൈസ് റൂമിലേക്കാണെങ്കിൽ. ഇവരുടെ വ്യൂ എന്ന് പറയണത് പുറത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിക്കണം. പക്ഷെ നമ്മുടെ വ്യൂ അല്ലേ കുറച്ചുകൂടി നല്ലത്. മറ്റേ ഒറ്റ ഗ്ലാസ് പിന്നെ അല്ലാണ്ട് ഇങ്ങനെ അവർക്ക് ആ ഒറ്റ ഗ്ലാസ് വ്യൂ ഇല്ല ഗൈസ്. ഗൈസ് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയേക്കാണ്. ഇവിടെ കുറെ പരിപാടികളുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഒരു കൊച്ചിടന്ന് അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെന്താ കുട്ടി പിന്നെ കയാക്കിങ് ബോട്ടിങ് അങ്ങനെ കുറെ റൈഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. സെറ്റപ്പാണ് ഗൈസ്. ഒരു കൊച്ചുണ്ട് എൻ്റെ മോൻസി ഞാൻ കാണിച്ചതെങ്കിൽ. നോക്കിയ ഗൈസ് എൻ്റെ മോനെ സീനല്ലേ, സംഭവം കൊള്ളാം ഗൈസ്. ഇവിടെ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കണ്ട. ഇങ്ങനെ ഓരോ റൈഡ്സ് സംഭവങ്ങളുണ്ട് ഗൈസ്. നോക്കിക്കേ ഇവിടെ ഓരോ റൈഡ്സ് കണ്ടത് ഗൈസ്. സൈക്കിളില് സിപ്പ് ലൈനിൽ കൂടെ പോവില്ല, അതുപോലെ തന്നെ സൈക്കിള് സംഭവം കൊള്ളാട്ടാ ഗൈസ്. അടിപൊളി സ്ഥലമാണ്, കുറേ പരിപാടി ഉണ്ട്. നിങ്ങൾ ഇവിടെ വരണുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വാ. ഞങ്ങൾ പിന്നെ ഗ്ലാസ് ടിക്കറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, മാറിപ്പോയി. അവിടെ ഞങ്ങൾക്ക് കിട്ടിയ ടൈം 5 മണിയാണ് ഗൈസ്. ആ ഗൈസ് ആ ചേച്ചി നടക്കണല്ല, പേടിച്ചോയി തോന്നണം, പയ്യെ നടക്കണുള്ളൂ. ഇവർക്ക് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. യെസ് ഗൈസ് നടന്നു തുടങ്ങി. കമോൺ തന്നെ. ഇവിടെ കോട ഇറങ്ങി തുടങ്ങിയട്ടാ, കണ്ടാ ഫുൾ കോടയായി. നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണോ, ഇതിന്റെ മുകളിൽ ഫ്രീ ഫോൾ ആണോ അതോ? യെസ് ടിക്കറ്റ് കിട്ടി. ബാ ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാ. കമോൺ ഗൈസ്, ശരിക്കും കോടയേട്ടാ. ഇത്ര നേരം കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നല്ല രീതിയിൽ കോടയായി അല്ലേ. തണുപ്പായി ഗൈസ്, തണുപ്പായിട്ടുണ്ട് ഗൈസ്. കോട മഞ്ഞ് കണ്ട. കോട ഫുള്ള് കോട മഞ്ഞിൻ താഴ്വരയിൽ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടക്കാണ് ഗൈസ്. കണ്ട ഒരു താഴേക്കൊരു കയറ്റുണ്ട്, ഇറക്കുണ്ട്. ഓക്കെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. വി ആർ ഗോയിങ് ടു ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ ഗൈസ് കണ്ട സൈക്കിള്, സിപ്പ് ലൈനിൽ കൂടെ സൈക്കിള് പോണ്. കുറേ റൈഡ്സ് ഉണ്ട് ഗൈസ്, ഇഷ്ടം പോലെ റൈഡ്സ് ഉണ്ട്. ഗ്ലാസ് റൈഡിന്റെ പ്രൈസ് എത്ര? 250 പെർ ഹെഡ് 250. പിന്നെ പിള്ളേർക്ക് ഫ്രീ എൻട്രി, 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ എൻട്രി. ഓക്കെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഒരു പണി വാളി. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോണത്, പക്ഷെ ഫുൾ കോട വന്നുകൊണ്ട് ഇനിയിപ്പോ ഒന്നും കാണില്ലായിരിക്കും. വി ആർ ഗോയിങ് ടു മിസ് എ ബിഗ് വ്യൂ. പക്ഷെ കോട ഒരു രക്ഷയില്ല കേട്ടോ. കോട ആരും ഒന്നും കാണൂല, നമുക്ക് സീനായി. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ.
ആരും ഒന്നും എല്ലാരും കിളി പോയിരിക്കാനുള്ള യെസ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാവുന്നു. യെസ് വല്ലതും കാണാൻ പറ്റുമോ? ആഹാ യെസ് ഗൈസ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് താഴത്തെ വ്യൂ ഒക്കെ പോയിട്ടുണ്ടാവും. ഗൈസ് നമ്മൾ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വലതാല് വെച്ച് തന്നെ നമുക്ക് കയറാം. അത് ശരിയാണ്, വലതാല് വെച്ച് കയറണം, മനസ്സിലായോ? ഓക്കെ ഓക്കെ ഗൈസ് കയറി നമ്മൾ. കണ്ടോ ഗ്ലാസ് ബ്രിഡ്ജാണ് ഗൈസ്. അടിപൊളി. ഹായ് കോടയാണ് ഗൈസ്, അതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് താഴത്തെ വ്യൂസ് കിട്ടണമായിരുന്നു, പക്ഷെ കോട ഒന്ന് മൂടിയത് കൊണ്ട് കിട്ടിയില്ല. ടൈം ഔട്ടായി, അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ ഷെഡ്യൂളായിരുന്നു കേട്ടോ ഗൈസ്. നല്ല തണുപ്പുണ്ട് ഇപ്പൊ നല്ല കോടയൊക്കെ ഇറങ്ങിയപ്പോ നല്ല തണുപ്പുണ്ട്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. കണ്ട ഗ്ലാസ് ആണ് ഫുള്ള്. നമ്മൾ അറ്റത്തേക്ക് ചെല്ലുമ്പോ ഒരു കുലുക്കുണ്ട്.